ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് PPF അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സുകന്യ സമൃദ്ധി യോജന എന്നുള്ളൊരു സ്കീമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ PPFനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്ന്. അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അധികം വൈകാതെ വളരെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് PPF എന്താണെന്നും PPFനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ പറയാം. ആദ്യം തന്നെ എന്താണ് PPF എന്ന് പറയാം. PPF അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് വിച്ച് ഈസ് ഓഫേർഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ ഒരൊറ്റ സെൻറ്റൻസ് തന്നെയാണ് PPF എന്നുള്ള സ്കീമിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതായത് സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ആയതുകൊണ്ട് തന്നെ ഇതൊരു ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്കീമാണ് PPF. ഇനി ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് PPF എന്ന് ചോദിച്ചാൽ റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ PPF. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം ഇതുപോലുള്ള ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെയൊന്നും റിട്ടേൺ നമുക്ക് ഗ്യാരണ്ടീഡ് അല്ല. നമ്മളൊരു 20 വർഷത്തേക്ക് സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 15ാമത്തെ വർഷം ഒരു യുദ്ധമോ കൊറോണ പോലുള്ള എന്തെങ്കിലും ഒരു പാൻഡമിക്കോ വന്നു കഴിഞ്ഞാൽ ഈ 15 വർഷം നമുക്ക് കിട്ടിയ പ്രോഫിറ്റും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മുഴുവനായിട്ട് അങ്ങ് ഒലിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റിസ്ക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇതുപോലുള്ള ലോ റിസ്ക് സ്കീമുകൾ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. മ്യൂച്വൽ ഫണ്ടിനെയും സ്റ്റോക്കിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഗവൺമെൻറ് സ്കീമുകളിൽ റിട്ടേൺ വളരെ കുറവാണെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ PPFും ഒരു ട്രിപ്പിൾ ഇ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. അതായത് PPFിലേക്ക് അടക്കുന്ന തുകയും ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും അതുപോലെ മെച്യൂരിറ്റി എമൗണ്ടും ടാക്സ് ഫ്രീ ആണ്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ PPFിലേക്ക് അടക്കുന്ന തുക നമുക്ക് ITR ഫയൽ ചെയ്യുന്ന സമയത്ത് എക്സംഷൻ ആയിട്ട് കിട്ടും. അതായത് നമ്മൾ ടാക്സ് അടക്കേണ്ട ഒരു വർഷത്തെ ഇൻകത്തിൽ നിന്ന് PPFിലേക്ക് അടക്കുന്ന തുക നമുക്ക് കുറച്ചിട്ട് അതിനുള്ള ടാക്സ് മാത്രം അടച്ചാൽ മതി. ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ടാണ് ഞാൻ PPFനെ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും സുകന്യ സമൃദ്ധി യോജനയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിലാണ് PPFിനേക്കാൾ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. പക്ഷേ നമുക്കൊരു ആൺകുട്ടിയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് PPF. ഇനി എവിടെയാണ് PPFിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് സ്കീമുകളും പോലെ തന്നെ PPFും പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്കുകൾ വഴിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. PPF അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ നെറ്റ് ബാങ്കിങ് പോർട്ടലിലൂടെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്കോ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്കോ നേരിട്ടൊന്ന് പോയാൽ മതി. നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡുകളും KYC ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ PPF അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി PPFിൻ്റെ ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ PPFിലും ആനുവലിയാണ് ഡെപ്പോസിറ്റ് കണക്കാക്കുന്നത്. പക്ഷേ എല്ലാ മാസവും സാലറി കിട്ടുന്ന ഒരാൾക്ക് മന്ത്ലി ഒരു എമൗണ്ട് അടക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പമായിട്ടുള്ളത്. ഒരു വർഷത്തിൽ മിനിമം 500 രൂപ മുതൽ മാക്സിമം 1.5 ലക്ഷം വരെയാണ് നമുക്ക് PPF അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുന്ന പോലെ തന്നെ എത്ര തവണ വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും നമുക്ക് അടക്കാം. ഇനി ഒന്നിച്ച് ഒരു ലംസം എമൗണ്ട് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും അടക്കാം. എല്ലാ മാസവും ഒരു 2000 രൂപ അടക്കാൻ പ്ലാൻ ചെയ്ത് PPF അക്കൗണ്ട് എടുക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം കുറച്ചു കാലം പൈസ അടക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു വർഷത്തിൽ മിനിമം 500 രൂപ PPF അക്കൗണ്ടിൽ അടച്ചിരിക്കണം എന്നത് മാത്രമാണ് PPF അക്കൗണ്ടിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പറയാം. മറ്റേത് സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളെയും പോലെ തന്നെ PPFിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെൻറ് ക്വാർട്ടർലി റിവ്യൂ ചെയ്യുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താറുമുണ്ട്. PPFിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.1% ആണ്. 7.1 എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മറ്റേത് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെക്കാളും ബെറ്റർ തന്നെയാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ PPF ഒരു ട്രിപ്പിൾ ഇ കാറ്റഗറിയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. അതുകൊണ്ട് അവിടെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ കൂടെ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് PPF. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് PPFനെ യൂസ് ചെയ്യാനും പറ്റും. ഇനി ഈ സ്കീമിൻ്റെ ലോക്കിംഗ് പീരീഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് നോക്കാം. ഈ സ്കീം പ്രകാരം 15 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആണ് PPFനുള്ളത്. അതായത് 15 വർഷത്തേക്ക് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത്. 15 വർഷത്തിന് ശേഷം മൊത്തം എമൗണ്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഈ എമൗണ്ട് PPF അക്കൗണ്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നീട് അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ തുക PPF അക്കൗണ്ടിൽ സൂക്ഷിച്ച്
സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. വിഡ്രോ ചെയ്തെടുത്തിട്ട് അത് ബാങ്കിൽ FD ഇടുന്നതിനേക്കാളും എത്രയോ നല്ലത് തന്നെയാണിത്. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ഘട്ടം ഘട്ടമായിട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒറ്റ തവണ മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി 15 വർഷം പൂർത്തിയായതിനു ശേഷം വീണ്ടും 5 വർഷത്തേക്ക് കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ആ 5 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഇതേ രീതിയിൽ 5 വർഷത്തേക്ക് നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി PPFൻ്റെ അടുത്ത ഒരു ഫീച്ചറാണ് ലോൺ ഫെസിലിറ്റി. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണിത്. 15 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ച പൈസയിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യം PPFലുണ്ട്. അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 1 വർഷം കഴിഞ്ഞിരിക്കണം. അതുപോലെ നമ്മുടെ PPF അക്കൗണ്ടിലുള്ള എമൗണ്ടിൻ്റെ 25% വരെയാണ് നമുക്ക് ലോണായിട്ട് ലഭിക്കുക. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരൊറ്റ ലോൺ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ PPFൽ നിന്ന് ലോൺ എടുത്ത് 36 മാസത്തിനുള്ളിൽ തിരിച്ചടക്കുകയാണെങ്കിൽ 1% മാത്രമാണ് പലിശ നൽകേണ്ടി വരിക. നമ്മളിൽ പല ആൾക്കാരും 50,000 1 ലക്ഷം ഒക്കെ പേഴ്സണൽ ലോണായിട്ട് എടുത്തിട്ടുള്ളവരാണ്. ബാങ്കിൽ നിന്നും മൊബൈൽ ആപ്പുകളിൽ നിന്നും വരെ ലോൺ എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതിനൊക്കെ നമ്മൾ തിരിച്ചടക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അടച്ച പൈസയിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ചെറിയൊരു ഇൻട്രസ്റ്റിൽ ലോൺ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇനി PPFനെ കുറിച്ച് ഞാൻ കാണുന്ന ഒരു നെഗറ്റീവ് പോയിന്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഇന്ത്യൻ റെസിഡൻറ്റിന് മാത്രമാണ് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു. അതായത് NRIസിന് അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളുടെ പേരിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനെപ്പോഴും PPF സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ്. നിങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സുകന്യ സമൃദ്ധി യോജന എന്നുള്ള സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മറിച്ച് നിങ്ങൾക്കൊരു ആൺകുട്ടിയാണെങ്കിൽ സുകന്യ സമൃദ്ധി യോജനയ്ക്ക് പകരം PPF ഉപയോഗിക്കുക. സുകന്യ സമൃദ്ധി യോജനയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. പക്ഷേ PPF ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. കുഞ്ഞുങ്ങളുടെ പേരിലേക്കാണെങ്കിൽ രക്ഷിതാവിൻ്റെയും കുഞ്ഞിൻ്റെയും പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ട് പോലെയാണ് PPFും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് PPFനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതല്ലെങ്കിൽ നേരിട്ട് എന്നോട് ചോദിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി.